ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ഉറക്കെ ചേർന്ന് പാടാം ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന 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 യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ മഹത്വം 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 ആരാധന 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 ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ ആമേൻ ആമേൻ യേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്ര ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളിൽ പ്രധാനപ്പെട്ടത് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരുവം, പിന്നെ എല്ലാം ബ്ലെസ്ഡ് ആർട്ടിക്കിളാണ്, ഇൻക്ലൂഡിങ് കൃപാസനം പത്രം, എല്ലാം ബ്ലെസ്ഡ് ആർട്ടിക്കിളാണ്. കർത്താവിൻ്റെ ചൈതന്യത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അത് അതിൻ്റെ ഒരു അറിവോടുകൂടി നമ്മൾ അനുവർത്തിക്കുമ്പോഴാണ് നമ്മൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ഓരോ നേർച്ച വസ്തുവിനും അതിൻ്റെ തനത് അനുഭവങ്ങളുണ്ട്. എല്ലാത്തിനും ഒരേ അനുഭവമല്ല. ഇപ്പോൾ ഉടമ്പടി തൈലം നമ്മൾ ഉപയോഗിക്കുന്നു. ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് എന്തിനാണ്? കോൺസെക്രേറ്റ് ചെയ്യണം. ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠ തൈലം എന്നാണ് വിളിക്കുന്നത് അതിനെ. ഇപ്പോൾ യാക്കോബ് അവൻ കിടന്നിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചപ്പോഴാണ് ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, മോക്ഷത്തിൻ്റെ കവാടമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലിലെ തൈലം പൂശും, പ്രതിഷ്ഠിക്കും. കല്ല് ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 28:18. ഉൽപ്പത്തി 28:18. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിച്ചോളൂ. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് പറഞ്ഞേ. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴേ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അപ്പോൾ അത് പ്രതിഷ്ഠിക്കുകയാണ്. എന്നിട്ട് പറയുന്ന വാക്യങ്ങൾ എന്താണ്? അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു. ഒരു ഉടമ്പടി എടുത്തു. പ്രതിജ്ഞ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഉടമ്പടി എടുത്തു. ഉടമ്പടിയും തൈലവും തമ്മിൽ വളരെ കണക്റ്റഡ് ആണ്. പിന്നെ വായിച്ചോളൂ. ദൈവമായ കർത്താവ്
എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരുകയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. അപ്പോൾ ഇതെല്ലാം ഉടമ്പടി ചെയ്യുമ്പോൾ നിബന്ധനകൾ വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിബന്ധനകൾ? എനിക്ക് ഉണ്ണാൻ തരണം, ഉടുക്കാൻ തരണം, എൻ്റെ വീട്ടിൽ എനിക്ക് തിരിച്ച് സമാധാനത്തോടെ എത്തിച്ചേരണം. അപ്പോഴെന്താണ്? എൻ്റെ യാത്രയെല്ലാം നീ എൻ്റെ കൂടെ സഞ്ചരിക്കണം. ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ്. ഉണ്ണാൻ കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട്, ഉടുക്കാൻ കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട്, സമാധാന വീട്ടിൽ എത്തിച്ച് കൊടുക്കുന്നവരുടെ സാക്ഷ്യമുണ്ട്. അതെല്ലാം ഇപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ വന്നൊരു സാക്ഷ്യം ഒരു മേരി ഗ്രേസിൻ്റെ സാക്ഷ്യമാണ്. മേരി ഗ്രേസ് തൈലമൊക്കെ പൂശി ആണ് PSC ടെസ്റ്റിന് പോണത്. അപ്പോൾ ആ ടെസ്റ്റ് സംഭവിച്ച കാര്യങ്ങൾ പറയുകയാണ്. ഇവളുടെ വയസ്സൊക്കെ കൂടി പല PSC പരീക്ഷകളും തോറ്റു. ഇതൊരു ലാസ്റ്റ് ഓപ്ഷനാണ്. ഉണ്ണാനും ഉടുക്കാനും വേണ്ടിയുള്ള പദ്ധതിക്കുള്ള അവസാനത്തെ ഒരു യാത്രയാണ്. ആദ്യം എന്താ ചെയ്യണത്? യാക്കോബ് ചെയ്ത പോലെ തൈലം പൂശും, പ്രതിഷ്ഠിക്കും. നമ്മൾ തൈലം നെറ്റിക്ക് പൂശുന്നത് എന്തിനാണ്? ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്. ക്ലിയർ അല്ലേ? ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. അതാണ് തൈലം പൂശുന്നത്. നമ്മൾ രാവിലെ ഉടമ്പടി തൈലം എടുത്ത് പൂശുമ്പോൾ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ഞാൻ ഉടമ്പടി ചെയ്ത ആളാണ്. രണ്ടാമത്തത്, ഉടമ്പടി വഴി ഞാൻ ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവളാണ്, പ്രതിഷ്ഠിക്കപ്പെട്ടവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ആളാണ് നമ്മൾ, അല്ലേ? അതാണ് ആദ്യമേ നാം പറയുന്നത്. ഇതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങളാണ്. അച്ഛൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം നമുക്ക് വിശ്വാസത്തിൻ്റെ കൈമാറ്റം എന്തൊക്കെയാണ്? നമുക്ക് വിശ്വാസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വെളിപ്പെടുത്തുന്നത്, എക്സ്പ്ലിസിറ്റ് ആക്കുന്നത്, നമുക്ക് വിശ്വാസം ബാഹ്യമായി പ്രകടിപ്പിക്കുന്നത് 3 തരത്തിലാണ്. എന്താണ്? വിശ്വാസം പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാം. പിന്നെ എന്ത് ചെയ്യണം? വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാം. പിന്നെ എന്ത് ചെയ്യാം? വിശ്വാസം നമുക്ക് പ്രയോഗിക്കാം. ഉടമ്പടിക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്തമായ കാലാവസ്ഥകളിലും സാഹചര്യങ്ങളിലും ഈ 3 കാര്യം ചെയ്യും. നമ്മൾ സാധാരണ ആധ്യാത്മിക വിഷയങ്ങളിൽ ഈ 3 കാര്യവും ആൾക്കാർ ചെയ്യത്തില്ല, പ്രത്യേകിച്ച് പ്രയോഗിക്കത്തില്ല. പ്രയോഗിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ ഒന്നും കുറവാണ് കാര്യങ്ങളുള്ളത്. ഉടമ്പടിയിൽ പ്രയോഗിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉടമ്പടി തൈലം പ്രയോഗിക്കാനുള്ളതാണ്, ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കാനുള്ളതാണ്, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വേറെ ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ ഉടമ്പടിക്ക് ആശ്രയം ഒക്കെ. അപ്പോൾ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇംപ്ലിസിറ്റായിട്ട് വരുന്ന ഉള്ളടങ്ങിയിരിക്കുന്നൊരു കാര്യമുണ്ട്. പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ അകത്ത് പ്രഖ്യാപനമുണ്ട്. പ്രയോഗത്തിൻ്റെ ഒരു ഗുണം അതാണ്. പ്രാർത്ഥനയിൽ ചിലപ്പോൾ പ്രയോഗം ഉണ്ടാകത്തില്ല, പക്ഷെ പ്രയോഗത്തിൽ പ്രാർത്ഥന ഉണ്ടാവും, പ്രഖ്യാപനം ഉണ്ടാവും. അതാണ് നേർച്ച വസ്തുക്കളുടെ പ്രത്യേകത. അതാണ് നേർച്ച വസ്തുക്കൾ. അപ്പോൾ ഈ മോളെന്താ ചെയ്യണത്? അത് ഉടമ്പടി തൈലം എടുത്ത് നെറ്റിക്ക് ചാർത്തിയിട്ടാണ് പ്രതിഷ്ഠിച്ചത്. എന്നെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ PSC ടെസ്റ്റിന് പോകുന്നത്. അവസാന യുദ്ധമാണ്. ഈ PSC ടെസ്റ്റ് അവർക്ക് എഴുതാൻ പറ്റത്തില്ല, ഏജ് ഓവറായിപ്പോയി. പക്ഷേ സംഭവിക്കുന്നത്, അവർക്ക് സങ്കടകരമായ ചില അനുഭവങ്ങളാണ് അവിടെ സംഭവിച്ചത്. എന്താണ്? 15 ക്വസ്റ്റ്യൻ അവൾ കണ്ടില്ല എഴുതി തീർന്നപ്പോഴേ. എന്താ ആപത്താണെന്ന് നോക്കി. ആപത്ത് ഓട്ടോറിക്ഷയെ വിളിച്ച് വരിക. എന്താ പ്രശ്നം വെച്ചാൽ 15 ക്വസ്റ്റ്യൻ കണ്ടില്ല ആൾ. പരീക്ഷ കഴിഞ്ഞ ആൾ പുറത്തിറങ്ങിയപ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞ് വെട്ടി പോയി. 15 ക്വസ്റ്റ്യൻ, 2-3 ക്വസ്റ്റ്യൻ അല്ലേ, 15 ക്വസ്റ്റ്യൻ. അപ്പോൾ പിന്നെ എന്താ? തന്നെയല്ലേ ഇതെല്ലാം അറിയാവുന്നതാണ് ആളിനെ. അതോർത്തപ്പോൾ പിന്നെ കണ്ണിൽ നിന്ന് ചോരയാണ് വരണത്. ഇതെല്ലാം അറിയാവുന്ന സംഭവമാണ്, എല്ലാം അറിയാവുന്ന സംഭവമാണ്, കാണാതെ പോയത്. അപ്പോൾ നമ്മൾ ഓർക്കും, ഇത്രയും ഞാൻ ഉടമ്പടിയും എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ടും അവസാനം ദൈവം എന്നെ ഇത് മറച്ച് കളഞ്ഞല്ല എന്ന് ഓർക്കും. ദൈവത്തിന് അങ്ങനെ ഒരു സംഭവമുണ്ട്, മറച്ച് കളയുന്ന പരിപാടി. പണ്ട് ശൂന്യംകാരി വരുമ്പോൾ
ശൂനേങ്കാരിയുടെ മകൻ മരിച്ച്. അപ്പോൾ ശൂനേങ്കാരി കരഞ്ഞു പിടിച്ച് മലയിറങ്ങി വരുന്നത് ഏലിയ പ്രവാചകൻ അകലെയെന്ന് കണ്ട്, ശൂനേങ്കാരി, കർത്താവ് അവളുടെ കാര്യം എന്നിൽ നിന്ന് മറച്ചു കളഞ്ഞല്ലോ എന്ന് നെടുവീർപ്പിട്ട് സങ്കടപ്പെടുകയാണ്. അവളുടെ കാര്യത്തിന് അവളുടെ കുഞ്ഞ് മരിച്ചു, അതാണ് പ്രശ്നം. കുഞ്ഞ് മരിക്കണ കാര്യം ഈ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞ് ജനിച്ചത്. പക്ഷെ മരിക്കാൻ പോണ കാര്യം ഏലിയ പ്രവാചകനോട് പറഞ്ഞില്ല, മറച്ചു കളഞ്ഞു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 2 രാജാക്കന്മാർ 4:27. 1 രാജാക്കന്മാർ 2:27 വായിച്ചോളൂ. അവൾ മലയിൽ ദൈവപുരുഷന്റെ അടുത്തെത്തി അവന്റെ പാദങ്ങളിൽ പിടിച്ചു. അവളെ തള്ളി മാറ്റുന്നതിന് ഗഹസി മുൻപോട്ട് വന്നു. എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു, അവളെ തടയരുത്, അവൾ കഠിന ദുഃഖത്തിലാണ്. കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു, എന്നെ അറിയിച്ചിട്ടില്ല. ഈ ദൈവത്തിൻ്റെ സ്നേഹം ചില സമയത്ത് നമ്മളെ മറച്ചും കളയും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം, ദൈവമേ ഇത് ദൈവത്തിന് അറിയാമായിരുന്നല്ലോ, എന്നിട്ട് പിന്നെ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, എനിക്കൊരു ക്ലൂ തന്നിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിസക്ക് പൈസ കൊടുക്കത്തില്ലായിരുന്നു, ഇപ്പം 4 ലക്ഷം പോയില്ലേ, നീ അതിൽ നിന്നത് മറച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിക്കാം. നമുക്ക് ദൈവത്തോട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാര്യം ചെയ്യുന്നത്? ദൈവത്തിനോട് സ്നേഹമുള്ളവരെ, ദൈവം ഇതിൻ്റെ അകത്ത് കക്ഷിയാണെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം വന്നാൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചില പരിപാടിയൊക്കെ ചെയ്യണത് ദൈവമായിട്ട് ബന്ധമില്ലല്ലോ. അത് നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാർ വന്ന് പറഞ്ഞ് ഞാൻ പോകുന്നുണ്ട് നീയും പോര്, നല്ല ഏജൻ്റ് ആണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവളെ സൂചിപ്പിക്കാൻ വേണ്ടി കാശ് കൊണ്ടേ കൊടുക്കണതാണ്. അതിന് ദൈവം കക്ഷിയല്ല അതിൻ്റെ അകത്ത്. പക്ഷേ നിങ്ങൾ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയത്തിൽ കക്ഷിയാകുകയാണ്. നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, ബയലാറ്ററലായിട്ടുള്ള എഗ്രിമെൻ്റാണിത്. അങ്ങനെ ഉടമ്പെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ദൈവനിരീക്ഷണത്തിലാണ്. അതിലെന്തെങ്കിലും ഒരു അബദ്ധം വന്ന് ലാഗ് ചെയ്യണമെങ്കിൽ എൻ്റെ മക്കളെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കഴുത്തെ കയറരുത്. മണ്ടത്തരമാണത്. എന്താ വെച്ചാൽ കാര്യം, കർത്താവിന് അതിനേക്കാൾ ബെറ്റർ സെലക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. അമ്മയുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, കുരിശ് പെരുകുമ്പോൾ അമ്മ മിണ്ടത്തില്ല. എൻ്റെ മക്കളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നിങ്ങൾ എപ്പോഴും ക്യാഷ് ആൻഡ് കൈൻഡ് ഫിസിക്കൽ ഫേവേഴ്സ് മാത്രമാണ് ദൈവത്തിൽ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സമീപിക്കരുത്. ഇറ്റ് ഇസ് നോട്ട് സെൻസ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ദ പവർ ഓഫ് ദി ഓൾമൈറ്റി, ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭിച്ചാൽ ജീവിതത്തിൻ്റെ എന്ത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. അതിന് കൃപ എന്താണ് നമ്മൾ വിളിക്കുന്നത്. ഫിസിക്കൽ ഫേവേഴ്സിന് നമ്മൾ അനുഗ്രഹങ്ങളെന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ദൈവത്തോട് തട്ടുപിടുത്തത്തിന് പോണത് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അനുഗ്രഹങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഒരു വിലയുമില്ല. അത് ദൈവം ആർക്ക് വേണമെങ്കിലും കൊടുക്കും. നിരീശ്വരവാദിക്ക് വേണമെങ്കിലും അനുഗ്രഹം കൊടുക്കും. ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ജനറ്റിക്കൽ ബ്ലെസ്സിങ്സ് ഉള്ളതാണെന്ന്. ജനറ്റിക്കൽ ബ്ലെസ്സിങ്സിലെ ജനിതക ആനുകൂല്യം എന്ന് പറയും. എന്താണത്? ജനിപ്പിച്ചപ്പോൾ തന്നെ ദൈവം കൊടുത്തതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സന്താന പുഷ്ടിയുള്ളവരായി പേരുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 ഉൽപ്പത്തി 17:2. ഉൽപ്പത്തി 17:2. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. അത് ഉടമ്പടിയാണ് കേട്ടാ. ദൈവമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ഉടമ്പടിയാണ്. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അതായത് ദൈവത്തെ ജനിതകമെന്ന് പറയുന്നത് ജനിച്ചിപ്പിച്ചപ്പോൾ കൊടുത്തതാണ്. അത് 17:2 അല്ലത്. അത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കുവിൻ. സ്തുതിക്കട്ടെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ഉൽപ്പത്തി 1:28. ഉൽപ്പത്തി 1:28. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു. ദാറ്റ് ഈസ് ബ്ലെസ്സിംഗ്, ഫിസിക്കൽ ഫേവേഴ്സ്. ദൈവം പറഞ്ഞ ദൈവം ഇങ്ങനെ അവരെ അനുഗ്രഹിച്ചു. സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. പറഞ്ഞ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. അപ്പോൾ ഇതാണ് വിഷയം. 2 കാര്യങ്ങൾക്കാണ് മനുഷ്യന് അനുഗ്രഹങ്ങൾ. ഒന്ന് ഫിസിക്കൽ ഫേവേഴ്സ്, അത് തീർച്ചയായിട്ടും
ബോഡി പവറാണ്. സന്താന പുഷ്ടിയൊക്കെ ഉണ്ടാകുന്നതെല്ലാം മസിൽ പവറാണ്. പിന്നെ എന്താണ് പിന്നെ കൊടുത്തിരിക്കുന്നത്? എന്താണ്? ഭൂമിയെ കീഴടക്കുവിൻ. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന് ഉണ്ടാകുന്ന എല്ലാ വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാനുള്ളതാണ്. ശാസ്ത്രമൊക്കെ അങ്ങനെയാണ് വരണത്. ശാസ്ത്രമൊക്കെ വരുന്നത് അങ്ങനെയാണ്. ഭൂമിയെ മനുഷ്യൻ കീഴടക്കുകയാണ്. ഭൂമിയിലെ രോഗാണുക്കളെ വൈദ്യശാസ്ത്രം ചെയ്യണത് എന്താണ്? ഭൂമിയിലെ രോഗാണുക്കളെ കീഴടക്കുന്നു. അതുപോലെ ഓരോ സംഭവങ്ങളും മനുഷ്യൻ്റെ ജീവിതം, ആയാസപൂർണമായ ജീവിതം അനായാസമാക്കി തീർക്കുന്ന എല്ലാ മെക്കാനിസംസും സയൻസാണ്. അതെല്ലാം ഭൂമിയെ കീഴടക്കലാണ്. നമ്മളൊരു ഉപഗ്രഹം വിടണത് എന്തിനാ? അത് ശാസ്ത്രമാണ്. ഇപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്ന സമയമാണ്. ഒരു ഈ ദിവസങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഭൂമിയെ കീഴടക്കലാണ്. നമ്മളിങ്ങനെ ഉപഗ്രഹങ്ങളൊക്കെ അതുപോലെ തന്നെ ഈ ചന്ദ്രയാനൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് ശാസ്ത്രജ്ഞാനം വർദ്ധിക്കുകയാണ്, സാങ്കേതിക ജ്ഞാനം വർദ്ധിക്കുകയാണ്. അപ്പോൾ അത് വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉപഗ്രഹങ്ങൾ തന്നെ വിടുന്നത് നമുക്ക് കാലാവസ്ഥയെക്കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനെ വൈപ്പ് ഔട്ട് ചെയ്ത് കടലിൽ കൊണ്ട് മുക്കിക്കൊന്ന് കളയുന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം മുമ്പ് തന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യും. കത്രീന കൊടുങ്കാറ്റ് വരുന്നുണ്ട്, അത് കേരളത്തിൻ്റെ തീരം തൊടാൻ സാധ്യത. ഉടനെ അത് ഉപഗ്രഹമാണ് പറഞ്ഞു തരണത്. അപ്പോൾ നമ്മൾ ഭൂമിയെ കീഴടക്കുകയാണ്. ശാസ്ത്രം എന്തിനാണ്? അപ്പം ശാസ്ത്രത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തതാണ്. സയൻസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും മനുഷ്യന് ബുദ്ധി കൊടുത്തപ്പോഴേ ഇവിടെ ജീവിച്ച് ഇത് ഭൂമിയിലുണ്ടാകുന്ന ജീവൻ നിലനിർത്തുന്നതിനെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളെയും നമുക്ക് കീഴടക്കാൻ ദൈവം ആദ്യമേ തന്നെ നമുക്ക് ആശീർവാദം തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്നാണ് പറയണത്. അതിനിപ്പോൾ ക്രിസ്ത്യാനി ആകണമെന്ന വിശ്വാസിയാകണമെന്ന ഒരു നിർബന്ധവും ഇല്ല. ആർക്ക് വേണമെങ്കിലും, ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഈ ഫിസിക്കൽ ബ്ലെസ്സിങ്സ് കിട്ടും. ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമില്ലാത്ത എന്തുമാത്രം മനുഷ്യരാണ് ഉള്ളത് ഇല്ലേ? അവർക്ക് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് ഇല്ലേ? അവർക്ക് എന്തുമാത്രം അനുഗ്രഹമുണ്ട്. അത് ദൈവം ആദ്യമേ കൊടുത്തിരിക്കുന്നതാണ്. അവരംഗീകരിക്കുന്നില്ല എന്നുള്ളത് അതവരുടെ മാനസിക പരിമിതികളാണ്. അതിന് ദൈവത്തിനൊന്നും ചെയ്യാനില്ല. പക്ഷേ ദൈവം ഇതെല്ലാം കണ്ട് പരിപാലനയുടെ ഭാഗമായി നേരിട്ട് കൊടുക്കുന്നതാണ്. ഇതെല്ലാം സന്താനപുഷ്ടിയുടെ പെരുകണം, പിന്നെ എന്താ ഭൂമിയെ കീഴടക്കണം. ഇതാണ് ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. ഇതിന് പ്രാർത്ഥിക്കേണ്ട പോലും കാര്യമില്ല. എന്തിനാ പ്രാർത്ഥിക്കണത്? പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇതൊക്കെ കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മളെ ആരാണ് ഈ പ്രാർത്ഥിക്കണത്? ഇതിനകത്ത് തന്നെ മെറിറ്റ് ഒരു വിഷയം കോമ്പറ്റീഷൻ സബ്ജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പഠിക്കണം. ദാറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് അതിനുള്ള ഭൂമിയെ കീഴടക്കാൻ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പ്രോബ്ലം വന്നിരിക്കണത്? എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കണം നിങ്ങൾക്ക്, അതിൻ്റെ സീറ്റ് കുറവാണ്. കാര്യം പുതിയ സബ്ജക്റ്റ് ആയത് കാരണം എല്ലായിടത്തും അതിന് പറ്റിയ ലാബോറട്ടറീസ് കുറവായ കാരണം നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ചിലയിടത്തൊക്കെ സീറ്റ് കുറവാണ്. പക്ഷേ എല്ലാവരും ഇപ്പോൾ പണ്ട് ബികോമിന് ഇടിച്ച് കയറിയ ആൾക്കാരെല്ലാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ഇടിച്ച് കയറുകയാണ്. എന്താ? പക്ഷേ സീറ്റില്ല അവിടെ കോമ്പറ്റീഷൻ വരുന്നു. കോമ്പറ്റീഷൻ വരുമ്പോൾ എന്താ പ്രശ്നം? മെറിറ്റ് കുറവുള്ള ആൾക്കാരുണ്ടാവും. ബൈബിൾ ഇതിനെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വെച്ചിരിക്കുന്നത്. പിടിക്കുക ബ്ലെസ്സിങ്. അതായത് ഒരു വിഷയം നമ്മൾക്ക് ബ്ലെസ്സിങ്സിൻ്റെ ആ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് ചിലപ്പോൾ തെന്നി മാറും. കാര്യം എന്താണ്? ആൾക്കാരുടെ എണ്ണം കൂടും. മെറിറ്റുള്ള ആൾക്കാരുടെ എണ്ണം കൂടും. റാങ്ക് ലിസ്റ്റുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ പക്ഷേ സീറ്റ് കുറവാകും. അപ്പോൾ എന്ത് പറ്റും? മെറിറ്റില്ലാത്ത ഈ മെറിറ്റെന്ന് പറയണ മെറിറ്റുണ്ടെങ്കിലും സീറ്റില്ലാത്ത കാരണം മെറിറ്റില്ലാത്ത പോലെയാകും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നോട്ട് ബൈ മെറിറ്റ് ആകും. അപ്പോൾ അതിന് ദൈവം വെച്ചിരിക്കുന്ന ഓപ്ഷനാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ മെറിറ്റ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന്. ഹാർക്ക എന്ന് പറഞ്ഞ ഡൽഹി സെറ്റിലായിട്ടുള്ള ഒരു മലയാളി ഒരു സാക്ഷ്യം പറഞ്ഞ ഹാർക്ക. അവിടെ അമ്മയുടെ പേര് സോഫിയ എന്ന്. അവിടെ പ്രശ്നം വെച്ചാൽ അവർക്ക് UN സ്റ്റാഫിൽ മത്സരിക്കണവർ UN സ്റ്റാഫായിട്ട് പരീക്ഷ എഴുതുകയാണ്. അപ്പോൾ UN സ്റ്റാഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് അത് സെലക്ഷൻ കിട്ടിയ അതിൻ്റെ ടൈം 6 മാസമാണ്. പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം വേണം അത്. പക്ഷേ UN സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എന്തുമാത്രം എല്ലാ രാജ്യങ്ങളിലുമുള്ള ആൾക്കാരാണ് UN സ്റ്റാഫിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്ത് എക്സാം ഫേസ് ചെയ്യണത്. അപ്പോൾ അവിടെ എന്നാ ചെയ്യണത്?
അവളുടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് അവിടെ ഗ്രേസ് എന്ന് പറയുന്നത്, ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഉറപ്പായിട്ട് പറയും നിനക്കിത് കിട്ടും. അപ്പോൾ എന്താണ് ഇവൾ അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് ഇവൾക്ക് കോൺഫിഡൻസ് ഇല്ല. അതുകൊണ്ട് ഇവൾ ആർക്ക അമ്മയോട് പറയും ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അമ്മ അത് എന്നോട് ചോദിക്കരുത്, എന്താണ് കാര്യമെന്ന് ചോദിക്കരുത്. കാര്യം എന്താണെന്ന് തോക്കുമെന്ന് അറിയാം. ഇവൾക്ക് ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനുള്ള കുഴപ്പം, താൻ തോറ്റുമെന്ന് മറ്റുള്ളവർ അറിയണത് ഭയങ്കര ഷെയിമാണ്. അതാണ് അമ്മയോട് നേരത്തെ ജാമ്യം എടുക്കുവോള്. അമ്മ എന്താ അമ്മയോട് പറഞ്ഞത്, ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷേ അമ്മ ഞാൻ എന്താണ് ചെയ്തിരിക്കണമെന്ന് എന്നോട് ചോദിക്കരുത്. ഇവൾ UN ടെസ്റ്റ് എഴുതിയിരിക്കണതാണ് സംഭവം. ഇവളെങ്ങനെ തോറ്റുപോയാൽ തോക്കുമെന്നൊക്കെ ഉറപ്പാണ്. തോറ്റുപോയാൽ താൻ തോറ്റതാണെന്ന് അമ്മ പോലും അറിയരുത്. അപ്പം ചിലർക്കൊക്കെ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇത് മോശമായൊരു മാനസികാവസ്ഥയാണ്, മനസ്സിലായില്ലേ? ഞാൻ തോറ്റതാണെന്ന് അമ്മ പോലും അറിയരുതെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയില്ലേ, ഇറ്റ് ഈസ് എഗൻസ്റ്റ് സ്പിരിച്വാലിറ്റി, നമ്മുടെ ആധ്യാത്മികതയെതിരാണ്. ഞാൻ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളില്ലേ, പഠിക്കാൻ വരുന്ന, അതായത് പരീക്ഷയ്ക്ക് എഴുതാൻ വരുന്ന പ്രൊഫഷണൽസിൻ്റെ ശിരസ്സിൽ ഞാൻ തൈലം പൂശും, നെറ്റിയിലും പൂശും. എന്തിനങ്ങനെ പൂശണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർക്കൊരു ഉപദേശം കൊടുക്കും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവരുത്. ശരിക്കും എന്താ കാര്യം, കോൺഫിഡൻസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ദൈവാശ്രയമാണ് വേണ്ടത്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ കോൺഫിഡൻസ് കളയണമെന്നല്ല ഞാൻ പറയണത്. സ്പിരിച്വലി സ്പീക്കിംഗ് കോൺഫിഡൻസിന് വലിയ സ്കോറിങ് ഇല്ല. കോൺഫിഡൻസിന് നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും നല്ലവണ്ണം നടത്തിയിട്ടുള്ള അഭിഷേക കൺവെൻഷനൊക്കെ ഞാൻ വഴിനീളെ ഛർദ്ദിച്ച് അവശനായി എന്നെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയൊക്കെ അവിടെ കൊണ്ട് ഗ്രൗണ്ടിൽ ഇറക്കിയിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ തലയിലൊന്നുമില്ല, ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷേ ഞാനൊരു നടത്തിയിട്ടുള്ള, ഇപ്പോഴല്ലേ ഞാൻ പുറത്ത് പോകാത്തത്, പണ്ട് എപ്പോഴും കൺവെൻഷൻ നടത്താൻ വേണ്ടി ഓരോ സ്ഥലത്ത് പോകും. പക്ഷേ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എനിക്ക് ഇടവക, അല്ലെങ്കിൽ ഞാനൊരു റിലീജിയസ് അല്ലല്ലോ, ഇടവക വികാരിയല്ലേ. അപ്പോൾ ഇടവക വികാരി ആകുമ്പോൾ മിക്കവാറും മരിപ്പ്, കല്യാണം, ആ സമയത്ത് ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് സാക്രാമെൻ്റെന്നും പറഞ്ഞ ആൾക്കാർ വരുന്നത്. കടലോരത്താണ് ഇരിക്കണമെങ്കിൽ വള്ളം വെച്ചിരിക്കാൻ വരും. ഭയങ്കര തലവേദന പിടിച്ച പരിപാടിയായിരുന്നു. എന്നുവെച്ചാൽ നമുക്ക് ടെൻഷനായിരിക്കും എപ്പോഴും. നമ്മളിപ്പോൾ 6 മണിക്ക് കൺവെൻഷനിൽ കയറണം. അപ്പം നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3 മണിയാകും. വേറെ വല്ല ജില്ലയിൽ എറണാകുളത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പന അസുഖമായിട്ട് കിടക്കണം, ഒന്നുകൂടി കത്ത കൊടുക്കണമെന്ന് പറയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ആദ്യം വെച്ചാൽ അവൻ്റെ പുറകെ പോകും. അത് ചെയ്തിട്ടും വന്നിട്ടാണ് പിന്നെ പോകുമ്പോൾ സമയം തെറ്റിപ്പോവും. പിന്നെ ഇവിടുന്ന് അവിടം വരെ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ടെൻഷനാണേ, എന്ത് പറയണമെന്ന് അറിയത്തില്ല, ടെൻഷനാണ്, അതുകൊണ്ട് ജവമാല ചൊല്ലും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോയി. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയണത് ഓരോ കാര്യങ്ങൾ. പല കാര്യങ്ങൾക്കും കോൺഫിഡൻസ് പോകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവം ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി, അവനെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പലപ്പോഴും ചെയ്യണത് കോൺഫിഡൻസ് കളയുകയേ ചെയ്യത്തുള്ളൂ. കോൺഫിഡൻസിൻ്റെ പ്രശ്നത്തിൽ അതൊരു വാതിലാണ്, ശരിക്കും അതൊരു അടഞ്ഞ വാതിലാണ്. ദൈവത്തെ സംബന്ധിച്ച് ഇത് എവർ ഓപ്പൺ ആയിരിക്കണം. ഇപ്പോൾ ഇവളുടെ പ്രശ്നം എന്താണ്, അവളുടെ കോൺഫിഡൻസ് പോയി. ആരുടെ? ഈ തുമ്പൊളിക്കാരത്തിയുടെ മേരി ഗ്രേസിൻ്റെ. അവൾക്ക് എന്താ കോൺഫിഡൻസ് കളഞ്ഞത്? ആ 15 ക്വസ്റ്റ്യൻ അവൾക്ക് അറിയാവുന്നതായിരുന്നു. ആ 15 ക്വസ്റ്റ്യൻ വിട്ടുപോയി, കണ്ടില്ല. ദൈവകൃപ എപ്പോഴും നമ്മളെ തിരക്കി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തവരായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ പഠിക്കണം നമ്മൾ ശരിക്കും. അല്ലാതെ ഓരോരോ കാര്യത്തിന് ഇങ്ങനെ ദൈവത്തിൻ്റെ കഴുത്തേ കയറി മോന്തം കയറ്റി ഫൈറ്റ് ചെയ്ത് നടക്കരുത്. എന്താ കർശനത്തിൽ അമ്മയെ കണ്ടാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തെ പഠിക്കണമെങ്കിൽ ആദ്യം മറിയത്തെ പഠിക്കണം. മറിയം ഈ കാലാവസ്ഥയെല്ലാം കണ്ട ആളാണ്. മറിയം വളർന്നു വന്ന സാഹചര്യങ്ങളിൽ അമ്മയുടെ വാക്കുകൾ, അമ്മയുടെ സുവിശേഷത്തിൽ എന്നെ ഏറ്റവും എപ്പോഴും ആകർഷിക്കുന്നത് അമ്മ മിണ്ടിയില്ലെന്നാണ്. പക്ഷേ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് വേറെ എല്ലാ വിശുദ്ധന്മാരെക്കാളും അമ്മയെ ഉയർത്തി നിർത്തുന്നത് ഈ മൗനമാണ്. അത് അമ്മ എപ്പോഴൊക്കെ മൗനം എടുത്തണം നിങ്ങൾക്കറിയാമോ? അമ്മ മൗനം എടുക്കുന്നത് മുഴുവനും ഭയങ്കരമായ ചങ്ക് തകർന്ന അവസ്ഥയിലാണ് മൗനം എടുക്കുന്നത്. നമുക്ക് ദൈവത്തോടൊരു യുദ്ധത്തിന് തയ്യാറാകുന്ന അവസ്ഥയിൽ ദൈവം നമ്മുടെ അസ്ഥിക്കുമേൽ നിരക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അമ്മ മൗനം പാലിക്കണത്. ഒരിക്കലും അമ്മ മൗനം പാലിച്ചത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ പെറ്റതറിയാൻ വരുമ്പോഴാണ്. ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, ആരുമില്ല. അപ്പോഴുണ്ട് പ്രാകൃതം പിടിച്ച കുറേ മനുഷ്യർ പാതിരാത്രി കയറി വരും, ഇടയന്മാർ.
അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ അമ്മ മൗനം പാലിക്കും. ഒരു കാര്യമില്ലെന്ന് 72-80 മണിക്കൂർ മുമ്പ് മര്യാദക്ക് വീട്ടിൽ പ്രസവിക്കാനുള്ള എല്ലാ കാര്യവും സെറ്റ് ചെയ്തുകൊണ്ട് അന്നാമ്മ സെറ്റ് ചെയ്ത കാര്യമാണിത്. അവിടുന്ന് പിടിച്ചിറക്കി കൊണ്ടുപോരുകയാണ്. ഒരു കാര്യമില്ലാതെ പിടിച്ചിറക്കി കൊണ്ടുപോരുകയാണ്. എന്നിട്ടാണ് ഈ ചാണാക്കുഴി കൊടുന്ന് പെറ്റി കിടത്തുന്നത്. അപ്പോൾ ഈ ഇത്രയും സങ്കടകരമായ ഒരു അവസ്ഥയിൽ ദൈവം ചെയ്യണത് എല്ലാം നെഗറ്റീവാണ് ചെയ്യണത് മുഴുവനും. ആ ഈ നെഗറ്റീവ് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തുള്ള പോസിറ്റീവ്, അതിൻ്റെ അകത്തിരിക്കുന്ന പോസിറ്റീവ് അറിയണമെങ്കിൽ നല്ല സ്പിരിച്വാലിറ്റി വേണം. ദൈവം ചെയ്യണ നെഗറ്റീവാണ് ചെയ്യണത്, പക്ഷേ അമ്മയ്ക്ക് ഫീൽ ചെയ്യണ പോസിറ്റീവായിട്ടാണ്. ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, മെയിൻ സ്പിരിച്വാലിറ്റി. ദൈവം നമ്മോട് നെഗറ്റീവ് ചെയ്യും, നമുക്കത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് അമ്മ റിയാക്ട് ചെയ്യാത്തത്. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അമ്മയെ പോലെ എന്റെ ജീവിതത്തിലെ നെഗറ്റീവ് സംഭവിക്കുമ്പോഴേ പോസിറ്റീവ് അനുഭവിച്ചതുപോലെ സംഗ്രഹിക്കാൻ എനിക്ക് ആത്മാഭിഷേകം നൽകണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, അമ്മയിൽ വസിച്ചു വളർന്ന മറിയത്തിന്റെ ആത്മാവേ, എന്നിൽ വസിച്ച് സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ക്ലേശ സമയങ്ങളിൽ പരിശുദ്ധ അമ്മയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അപ്പോൾ ഈ മേരി ഗ്രേസിൻ്റെ വിഷയം എന്താ? മേരി ഗ്രേസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അറിയണത് 15 ക്വസ്റ്റ്യൻ കണ്ടില്ല. ധൃതിക്ക്, വെബ്രാളത്തിൽ, വ്യഗ്രതയിൽ കാണാതെ പോയി. പക്ഷേ സങ്കടം എന്താ? ആ ക്വസ്റ്റ്യൻ എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അതാണ് പോയത്. അപ്പോൾ ജീവിതം തീർന്ന്. ഇതെല്ലാം അതെ ഒന്ന് കറുപ്പിക്കാൻ സമയം കിട്ടിയാൽ മതി. ഇതെല്ലാം ഡാർക്കൻ ചെയ്യുന്ന പരീക്ഷയാണ്. ഒന്ന് കറുപ്പിച്ചാൽ മതി. അറിയാവുന്നതാണ്, കറുപ്പിക്കാൻ ഒത്തില്ല. പക്ഷേ ഇവളുണ്ടല്ലോ, ഷീസ് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെയൊക്കെ ഒന്ന് തോന്നിവാസം പറയാഞ്ഞത്. ചില വിഡ്ഢികൾ ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ ആദ്യം ദൈവത്തിൻ്റെ കഴുത്തേക്ക് ദൈവത്തിനെ പ്രതിയാക്കും. ദൈവം എൻ്റെ ആയിരുന്നു അവിടെ, എന്നെ ഒന്ന് ഓർപ്പിച്ച് തന്നാൽ മതിയാതില്ല, എന്നത് കാണിച്ചു തന്നാൽ മതിയായില്ല. പക്ഷെ മറിയം മിണ്ടത്തില്ല, നെഗറ്റീവ് സംഭവിച്ചാൽ മിണ്ടത്തില്ല. മേരി ഗ്രേസ് മിണ്ടിയില്ല കേട്ടോ. അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരുന്നോ അറിയാതെ മിണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ, രാത്രി ആയപ്പോൾ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് ഗവൺമെൻറ് പി എസ് സിയുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്ത്. ആൻസർ കീ പബ്ലിഷ് ചെയ്തപ്പോൾ എന്താ സംഭവം? ഇവൾ ഞെട്ടിപ്പോയി. കാര്യം ഇവൾക്ക് അറിയാമായിരുന്ന ചോദ്യങ്ങളല്ല, ഇവൾ എഴുതി ആ ചോദ്യങ്ങൾക്ക് ഇവൾ ഉദ്ദേശിച്ചിരുന്ന ആൻസറല്ല വന്നിരിക്കണത്. അതാണ് പ്രശ്നം. അവൾ മനസ്സിൽ കണ്ട ആൻസർ അല്ല ആൻസർ കീയിലുള്ളത്. എങ്ങനെ ഇവൾ മനസ്സിൽ കണ്ടത് ഈ ചോദ്യങ്ങൾ മാതാവ് ഇവളെ കാണിക്കാതെ മറച്ചത് കൊണ്ടാണ് പ്രശ്നമായി. അപ്പം മാതാവ് ഈ ചോദ്യങ്ങളെ ഇവൾ എഴുതി തെറ്റിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഇവളെ കാണിക്കാതെ അമ്മ അത് മറച്ചു കളഞ്ഞ്. ഇവളെങ്ങാനും അത് അറ്റൻഡ് ചെയ്തെങ്കിൽ എല്ലാം നെഗറ്റീവായി പോയണം. എന്താ കാര്യം? ഇവൾ ഉദ്ദേശിക്കണ മറുപടിയല്ല അതിന് കൊടുക്കേണ്ടത്. ആൻസർ കീയിൽ വേറെ ഉത്തരങ്ങളാണ്. അപ്പോൾ ഇവളെങ്ങാനും അത് കറുപ്പിച്ചെങ്കിൽ നെഗറ്റീവ് മാർക്ക് അടിക്കും, ഉള്ള മാർക്ക് കൂടി പോയണം. അവൾ അമ്മയോട് ഇത്ര ചോദിച്ചോളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയെ ചേർക്കുമ്പോൾ പറയുമ്പോൾ 100 പേരിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല, എൻ്റെ അവസാനത്തെ ജോലിയാണ്. 100 പേരാണ് വിളിച്ചിരിക്കണത്, 100 പേർക്കാണ് ഉദ്യോഗം ഉള്ളത്. എഴുതാൻ ചിലപ്പോൾ 7000 പേരെ വല്ലതും ആയിരിക്കും. ഈ 100 പേരുടെ ഉള്ളിൽ എൻ്റെ പേര് വന്നില്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടത്തില്ല. അമ്മയുടെ കയ്യിലാണ് അതെന്നും പറഞ്ഞാണ് ഇവിടെ ഇറങ്ങണത്. ഈ 100 പേരുടെ ഉള്ളിൽ ഇത് വരാൻ വേണ്ടിയാണ് ഈ ആൻസർ ഇവിടെ ക്വസ്റ്റ്യൻ കാണിക്കാതിരുന്നത്. ഇപ്പം എത്ര പേരിൽ അവർക്ക് ആൻസർ വന്നപ്പോൾ എത്ര വന്നിരിക്കുന്നത്? 43 നമ്പറായിട്ട് വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ശക്തിക്ക് മുമ്പിൽ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് തിടുക്കത്തിൽ ഒരിക്കലും ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. വളരെ കരുതലോടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. തിടുക്കത്തിൽ ദൈവമായിട്ട് ഒരു നീരസം ഉണ്ടാക്കുക. ശരിയും അതങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഒക്കത്തില്ലത്, നിങ്ങൾ ബ്രാൻഡഡ് ആകും. ഇത് തന്നെയാണ് എല്ലായിടത്തും വരണത്. കാര്യം ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട്, യൂത്തിനോട് എപ്പോഴും പറയും, മക്കളെ പയറ്റി ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ബിസിനസ് എന്ന് പറയും. അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഞാൻ പറയണത്. ഞാൻ പറഞ്ഞ മക്കളെ, ഭക്തിയും ഒരു ബുദ്ധിപരമായ പ്രക്രിയയാണ്, ഇമോഷണലായിട്ടല്ല. നമുക്ക് ഭക്തിയെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നത് ഇമോഷണലായിട്ടുള്ള വിഷയം, വൈകാരികമായ എന്തോ പ്രകടനങ്ങളാണ് ഭക്തിയായിട്ട് പറയുന്നത്. ഭക്തി പ്രകടനമെന്നല്ലേ പറയണത്. ഭക്തി പക്ഷേ വൈകാരികമായ പ്രകടനമല്ല, അതൊരു ട്രാൻസാക്ഷനാണ്, ഇൻ്റലിജൻറ്റ് ട്രാൻസാക്ഷനാണ്, ബുദ്ധിപരമായ ഒരു ഇടപെടലാണ്, ബുദ്ധിപരമായിട്ടുള്ള. സ്കാർഡാകാതിരിക്കാൻ വേണ്ടി നോക്കണം. സ്കാർഡാകാതിരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗർഭിണികളുടെയൊക്കെ ശരീരത്തിൽ ബോഡി ലൂസാകത്തില്ലേ, അപ്പോൾ പിള്ളേരൊക്കെ തൊടുമ്പോൾ അവർ തൊടിയിക്കത്തില്ല ശരീരത്തിൽ, അത് പാട് വീഴോടാ അല്ലേ, നമ്മൾ ഇളമ കൊണ്ട് നിൽക്കണം എന്നൊക്കെ പറയത്തില്ലേ. ബോഡി ലൂസ്ഡ് ആകണം. അവിടെ ആരെങ്കിലും അത് കുഞ്ഞു പിള്ളേരെല്ലാം മാന്തിക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ കൂടെയുള്ള മൂത്ത കുട്ടികളൊക്കെ അമ്മയൊക്കെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ പാട് വീണാൽ പിന്നെ പോകത്തില്ലത്. ഇതെന്നാ പറഞ്ഞ പോലെയാണ് ദൈവമായിട്ടുള്ള ഇടപാട്. ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിൽ പാട് വീഴാതിരിക്കാൻ നോക്കണം. എന്നുവെച്ചാൽ മറിയത്തെ പോലെ ആകണമെന്ന് വൈ ഐ ആം പ്രൊമോട്ടിങ് മേരി. ഞാനൊരു നിത്യസായ മാതാവിനല്ല നിങ്ങളുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യണത്. ഞാൻ പ്രൊമോട്ട് ചെയ്യണത് കൃപാവര മധ്യസ്ഥയാണ് പ്രൊമോട്ട് ചെയ്യണത്. കൃപാസന മാതാവ് എന്ന് പറയുന്നത് ആരാ? കൃപാവര മധ്യസ്ഥയാണ്, മദർ ഓഫ് ഗ്രേസാണ്. വിമലാംബികയായാലും ശരി, കൃപാസന മാതാവായാലും ശരി, അവിടെ നമ്മളുടെ കവാടത്തിലിരിക്കുന്ന മജ്ഗോറ അമ്മയായാലും ശരി, മദർ ഓഫ് ഗ്രേസാണ് കൃപാസന മാതാവ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പ്രൊമോട്ട് ചെയ്യണത് മദർ ഓഫ് ഗ്രേസാണ്, കൃപാവര മധ്യസ്ഥയാണ്. നമുക്കറിയാമല്ലോ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. യോഹന്നാൻ 1:16. യോഹന്നാൻ 1:16. അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് പോകല്ലേ, ആധ്യാത്മിക പൂർണ്ണതയിലേക്ക് നമ്മൾ എന്നും കൊന്നും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ. നമ്മൾ വളരുമ്പോൾ ആധ്യാത്മിക പൂർണ്ണതയിലേക്കാണ് പോണത്. ലെസ് കംപ്ലൈൻസ് എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, അപ്പോൾ നിങ്ങൾ വളർച്ചയുടെ പാതയിലാണ്. ലെസ് കംപ്ലൈൻസ് എന്നുവെച്ചാൽ പരാതികൾ കുറഞ്ഞു വരിക, പരിഭവങ്ങൾ കുറഞ്ഞു വരിക, ജീവിതത്തിൽ നിരാശകൾ കുറഞ്ഞു വരിക. ലെസ് കംപ്ലൈൻസ് ആകുമ്പോഴാണ് നിങ്ങളെ പൂർണ്ണതയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും അല്ലേ. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 4:13. യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്താ പ്രോബ്ലം വെച്ചാൽ നമ്മളിങ്ങനെ ആത്മാവിൽ നിറയുന്നതനുസരിച്ചുകൊണ്ട് പരാതികൾ, പരിഭവങ്ങൾ, നിരാശകൾ കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ നിരാശ കുറയാനും പരാതികൾ കുറയാനും ദൈവമായിട്ട് യുദ്ധം ചെയ്യാനും മോന്തം കയറ്റി നടക്കാതിരിക്കാനൊക്കെ നല്ലത് പരിശുദ്ധാത്മാവിൽ നിറയുക തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ പരാതി ഒരിക്കലും ദൈവത്തെ പറയരുത്. കാര്യം അപ്പോൾ തന്നെ ബ്രാൻഡഡ് ആകും.
കാര്യം പരാതി എന്ന് പറയുന്ന സാധനം ദൈവം എടുക്കുന്നത് നിങ്ങൾ പറയുന്ന ഭാഷയിലല്ല. ഒരു പരാതി പറഞ്ഞപ്പോൾ എന്നായിരിക്കാൻ, അങ്ങനെയല്ല. അതിന് വേറെ രീതിയിലാണ് അവിടെ കൗണ്ട് ചെയ്യണത്. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സെമിനാറിലൊക്കെ പഠിക്കുമ്പോൾ മാർക്ക് കുറഞ്ഞാൽ മാർക്ക് കുറഞ്ഞാൽ എന്താ രണ്ടാ എഴുതിയെടുക്കണമെന്ന് നമ്മൾ പറയും. പക്ഷേ സെമിനാറിലെ അച്ഛന്മാരതല്ല പറയണത്, ദൈവവിളിയില്ലെന്ന് അവർ പറയണത്. അതുപോലെ നിങ്ങൾ പരാതിപ്പെട്ട ദൈവം കൗണ്ട് ചെയ്യണത് ആത്മാവിൻ്റെ പ്രവർത്തനമില്ല, ജഡിക സ്ത്രീയാണെന്നാണ് പറയണത്. അയ്യോ, എന്നാ കഷ്ടമാണല്ലേ. ആത്മാവിൻ്റെ നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, ജഡിക സ്ത്രീയാണ്. ലോകത്തിൻ്റെ ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്, പരിശുദ്ധാത്മാവിനല്ല. അപ്പോൾ 8:14 വർക്കൗട്ട് ചെയ്യ ഉടനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. മനസ്സിലായില്ലേ? നമ്മൾ പരാതി പറഞ്ഞാൽ ദൈവം എന്താ കണക്കാക്കേണ്ടത്? ആത്മാവിനല്ല നയിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളെ ലോകത്തിൻ്റെ സന്തതിയായിട്ടാണ് ദൈവം കൗണ്ട് ചെയ്യണത്. അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. പറഞ്ഞേ, നാം മക്കളെങ്കിൽ അവകാശികളാണ്. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പരാതികൾ പരിഭവങ്ങൾ വന്നാൽ അപ്പം തന്നെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ല, പിന്നെ ലോകാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നതെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ മക്കളല്ല, പിന്നെ അവകാശികളുമല്ല. തീർന്ന പരിപാടി. ഇത് ഇവിടം കൊണ്ട് എത്തത്തില്ല. ഈ സംഭവം പെട്ടെന്ന് പറഞ്ഞാൽ തീരത്തില്ല. ഇത് അമ്മയ്ക്ക് നല്ലവണ്ണം അറിയാവുന്ന കൊണ്ടാണ് പ്രസവിച്ച് കട്ടൻ ചായ പോലും കിട്ടാതെ ഈ പാതിരക്ക് കിടക്കുമ്പോഴും പല പ്രാകൃതം പിടിച്ച മനുഷ്യരും വരുമ്പോഴും മിണ്ടാണ്ടിരിക്കുന്നതാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിനാൽ അമ്മ നയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഏതാണെന്നറിയാമോ? ഒരു ചോരക്കുഞ്ഞിനെ പെറ്റ രാത്രിയിൽ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഒരു പട്ടിക്കുഞ്ഞ് ഒരു പട്ടി പറ്റി കിടക്കണ പോലെ കിടക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മിണ്ടാതിരുന്നതാണ് ആത്മാവ് നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അടുത്ത നടപടി എന്താണ്? അമ്മ നിങ്ങൾക്കറിയാവില്ല, അമ്മയെ കണ്ടപ്പോൾ മാലാഖ എന്താ പറഞ്ഞത്? അത് എന്താ പറഞ്ഞത്? ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 1:28 ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അസസ്മെൻ്റാണ്, ഒരു ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. നിങ്ങൾക്ക് കോളേജൊക്കെ പഠിക്കുന്നവർക്ക് അറിയാതെ ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ടാവും അല്ലേ? സമരക്കാരൊക്കെ കോളേജിലൊക്കെ സമരമൊക്കെ ഒതുങ്ങി എങ്ങനെയാണ് ഈ ഇൻറ്റേർണൽ അസസ്മെൻറ്റ് വന്നപ്പോഴല്ലേ? ഈ ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്നും പറഞ്ഞ സാധനമുണ്ട്. ആന്തരികമായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ഇവാലുവേഷനാണത്. അപ്പോൾ ആന്തരിക ഇവാലുവേഷൻ അതിപ്പോൾ ഓരോരുത്തർക്കും അല്ലേ പ്രശ്നം. അവിടെ സ്വഭാവം അതിൻ്റെ അകത്തുണ്ട്, അത് മാർക്കുണ്ട്. അതിന് കോളേജിലെ പെരുമാറ്റ രീതികൾക്ക് മാർക്കുണ്ട്. ആ ഇൻറ്റേർണൽ അസസ്മെൻ്റാണ് കറക്റ്റ് അസസ്മെൻറ്റ്. ദൈവത്തിന് മറിയത്തെക്കുറിച്ച് നല്ല ഇൻറ്റേർണൽ അസസ്മെൻ്റ് ഉണ്ട്, നമ്മളെക്കുറിച്ചുണ്ടേ. അതാണ് പ്രശ്നം. നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്തായിരിക്കും, ആന്തരിക വിലയിരുത്തൽ എന്തായിരിക്കും, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് പാപം ഉപേക്ഷിച്ച കൊണ്ട് തന്നെ ഇവിടെ ചെന്ന് അവസാനിക്കണില്ല, ഈ വിഷയം തീരണില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എക്സോർ വൈ വിൽസൻ്റെ ഒരു മറിയാമ്മ, ദൈവത്തിന് നീ മകളാണല്ലോ അല്ല മകനാണല്ലോ, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആന്തരിക വിലയിരുത്തൽ എന്താണ്? അതാണ് ഉടമ്പടിയിൽ പെട്ടെന്ന് കത്താനും താമസിക്കാനും ഇടയാകുന്ന കണ്ടൻറ്റ്. ദ കണ്ടൻറ്റ് ഓഫ് റെഫറൻസ്. കവനൻ്റിലെ ദ കണ്ടൻറ്റ് ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിനെക്കുറിച്ചുള്ള നിൻ്റെ ആന്തരികമായ വിലയിരുത്തലാണ്. നീ ആരാണെന്നാണ് ഈശോ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോസ്തലന്മാരോട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് തന്നെയാണ് നമുക്കും വരേണ്ടത്. നിങ്ങൾ ആരാണെന്ന് അല്ലെങ്കിൽ ഞാൻ ആരാണെന്നാണ് ദൈവം പറയുന്നത്. ഉടമ്പടി പെട്ടെന്ന് കത്താനുള്ള ഏറ്റവും നല്ലൊരു പോയിൻ്റാണിത്. നിങ്ങളന്ന് ആത്മശോധന ചെയ്യണം, നല്ലതായിരിക്കും. ഒരു ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, നിങ്ങൾ ആരാണെന്നാണ് ദൈവം പറയണത്. മറിയത്തെക്കുറിച്ച് നല്ല ഇൻറ്റേർണൽ അസസ്മെൻ്റാണ്. എന്താ പറഞ്ഞിരിക്കണത്? ലൂക്ക 1:28 വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോൾ മറിയം ആരാണ്? ദൈവകൃപ. അതാണ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്, ആന്തരിക വിലയിരുത്തൽ.
മറിയം ആരാണ്? ദൈവകൃപ നിറഞ്ഞവൾ, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞവളാണ്. പക്ഷേ എന്താ പ്രശ്നം? ഈ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം ആ പഠനവും പാഠശാലയും ഒന്നും നിർത്തത്തില്ല. അമ്മയോട് ദൈവം അത്രയും പറഞ്ഞിരിക്കണം, മറിയമേ നീ പഠിക്കാൻ അത്രയും പഠിച്ചോളാൻ പറയും, പഠിക്കണം അത്രയും പഠിക്കാം. അതുകൊണ്ട് അടുത്ത പാഠം കൊടുക്കും. എന്താ അടുത്ത പാഠം? ഈജിപ്തിലോട്ട് പറഞ്ഞു വിടി, ചോരക്കുഞ്ഞിനെയും കൊണ്ട്. വല്ല കഥയുണ്ടാ? നേരെ വീട്ടിൽ പോയാൽ പോരെ? വീട്ടിൽ നിന്നല്ലേ വന്നത് ഇവർ. ഇപ്പം മറിയത്തിൻ്റെ മനസ്സിലെന്താണ്? ഈ ബെത്ലഹേമിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിൽ പോകണം, 10-90 ദിവസം റെസ്റ്റ് എടുക്കണം, വല്ല ലേഖ്യമോ കുഴമ്പോ എന്താണ് ഉള്ളതൊക്കെ കഴിച്ച് അവിടെ പ്രസവ രക്ഷയൊക്കെ കഴിഞ്ഞിരിക്കണമെന്നാണ് ഞങ്ങൾ പുള്ളിക്കാരെ ഉദ്ദേശിക്കണത്. പക്ഷേ ദൈവം അത് ഉദ്ദേശിക്കണില്ല. എന്ത് ചെയ്യും? ദൈവം പറയും ഈജിപ്തിൽ പോയിക്കൊള്ളാൻ പറയും. അവിടെ ഒരു രക്ഷയുമില്ല, അവിടെ ഭക്ഷണം കിട്ടാൻ പാടാണ്, ഔഷധപിതാൻ അറിയാവുന്ന പണിയും അവിടെ ഇല്ല. എല്ലാം കൊണ്ടും കൺഫ്യൂഷനിലേക്കാണ് വിടണത്. പോകാതിരിക്കാൻ പറ്റത്തില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നല്ല പറയണത്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. പക്ഷേ മറിയത്തെ പോലെയുള്ള ഒരാളിന് ഈ കൃപ നിറയണമെങ്കിൽ ഈ മനുഷ്യന്മാർക്കും പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റും, എനിക്കും പറ്റും. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ കൃപ നിറയാൻ പറ്റും. ഇവിടെ പ്രോബ്ലം വെച്ചാൽ ദൈവം ഉദ്ദേശിക്കുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് അഡീഷണൽ ഗ്രേസ് ഉണ്ട്. എന്താണ്? കൃപയ്ക്ക് മേൽ കൃപ. അതാണ് പ്രശ്നം. ഈ മറിയത്തെ ഇട്ടുണ്ട്, കുരിശെല്ലാം ഇടണം. എന്താണ്? നിങ്ങളെപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടും കുരിശ് കൂടുന്നുണ്ടെങ്കിലേ സബ്ജക്റ്റ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി വെച്ചിരിക്കുന്ന സബ്ജക്റ്റ് അല്ല. എൻ്റെ മക്കളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉടമ്പടി വെച്ചിട്ടും ചില വിഷയങ്ങൾക്ക് കുരിശ് കൂടുന്നുണ്ടെങ്കിലേ ദൈവം ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് അല്ല, അത് കൃപയാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കല്ലേ യോഹന്നാൻ 1:16 പറയുന്നു, കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കൈ കെട്ടിയിരുന്ന കൃപയ്ക്ക് മേൽ കൃപ കിട്ടത്തില്ല. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നത് ക്രോസ് അപ്പോൺ ക്രോസ് വരുമ്പോഴാണ്. കുരിശിന് മേൽ കുരിശ് വരുമ്പോൾ ഓർക്കുക, ഇത് കൃപയ്ക്ക് മേൽ കൃപയുള്ള തരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ നടപടിക്രമമാണെന്ന് കൈയിടിച്ച് കർത്താവ്. അതിന്റെ കൃപ നിറയ്ക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു, ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കേട്ട വചനങ്ങളെ പറ്റി ഞങ്ങൾ ധ്യാനിക്കുന്നു. പരിശുദ്ധ അമ്മ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടും കുരിശുകൾ പെരുകുമ്പോൾ പരിശുദ്ധ അമ്മയെ പോലെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൃപ കരേറ്റുവാൻ ഈ ആരാധനയിലൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും.